NDAയുടെ വോട്ട് ശതമാനം നമ്മളൊന്ന് കണക്ക് കൂട്ടിക്കുക. ഏറ്റവും കൂടുതൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് സെറ്റ് ബാക്കാണ്. അങ്ങനെ നോക്കിയാൽ 15%-നും 16%-നും ഇടയ്ക്കൊക്കെയുള്ള ഒരു വോട്ട് മാത്രമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഇതുവരെ. അതിപ്പോൾ നമ്മൾ പറയുന്നതല്ല കേട്ടോ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ അവർ പ്രസിദ്ധീകരിച്ച് അവർ കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത് 16% NDAക്ക്. 16% NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ കണക്ക്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് തിരിച്ചടിയാണ്. കോർപ്പറേഷൻ കിട്ടി എന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്നതുകൊണ്ട് മാത്രം അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി വാർഡുകൾ, കഴിഞ്ഞ തവണ ജയിച്ച വാർഡുകളിൽ ഏതാണ്ട് 500 അടുത്ത് വാർഡുകളിൽ പരാജയപ്പെട്ടു എന്നാണ് ഏകദേശ കണക്കുകൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. ബാക്കി നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത്രയും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ആ ഭരണവിരുദ്ധ വികാരമെന്ന് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഭരണവിരുദ്ധ വികാരം പ്രാദേശിക തലത്തിൽ പ്രാദേശിക സർക്കാരുകൾ, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള താരതമ്യത്തിൽ നമ്മൾ നേരത്തെ സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കാര്യം പറഞ്ഞു. തൃശ്ശൂരിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും BJP 3ാം സ്ഥാനത്തേക്ക് പോയി. കണക്കെടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് BJP ഇതാ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് തൽക്കാലത്തെ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കൂ. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ മാനകമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയാണ്? 11% മേൽ വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടുന്നത്. NDAക്ക് മൊത്തം നോക്കിയാൽ 12%. അതിനുശേഷം വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഏതാണ്ട് 17-18% അവർ കുതിച്ചു കയറുന്നത്, ഒരു സീറ്റ് കിട്ടുന്നത്. അത് ഒരു സീറ്റ് കിട്ടിയതുകൊണ്ടുകൂടിയൊക്കെയാണ് അത്രയും വലിയ വോട്ട് ശതമാനത്തിലേക്ക് അവർ പോകുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ പ്രതിഫലിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളമാണ് ഇത്രയും സാധ്യതയുള്ളപ്പോൾ പോലും അവർ ഈ താഴേക്ക് വന്നത്. ശബരിമലയടക്കം പല വിഷയങ്ങൾ പറയുന്നു, വികസന വിഷയങ്ങൾ പറയുന്നു. അതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ താഴേക്ക് വരുന്നത് കോർപ്പറേഷൻ എന്നതുകൊണ്ട് മാത്രമാണ് സുരേന്ദ്രനേക്കാൾ മികച്ചയാളാണ് താൻ എന്ന് രാജീവ് ചന്ദ്രശേഖറിന് പറയാൻ കഴിയുക. അതല്ലാതെ അകത്തെ കണക്കൂട്ടൽ അകത്തെ കണക്കൂട്ടലുണ്ടാവില്ല. അതിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18-ൽ എത്തിച്ച സുരേന്ദ്രൻ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല.